ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടേഴ്സ്. നമ്മളിന്ന് ഫാർമസിയുടെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷൻ ആ ഒരു ടോപ്പിക് എടുക്കുകയാണ്. നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് 2 മണിക്കൂർ ക്ലാസ് ആണ്. 2:30 തൊട്ട് 4:30 വരെയാണ്. ഒരുപക്ഷെ അത്ര ഉണ്ടാകില്ല. ഡോക്ടർക്ക് ഒരു അല്പ തിരക്കുള്ളത് കൊണ്ട് ഒരുപക്ഷെ 3:30-ക്ക് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. 1 അവർ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഫാർമസി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഓൾഡ് സ്കൂളും ഓൾഡ് മെത്തേഡ്സും ന്യൂ മെത്തേഡ്സും കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഡോക്ടർ അനിലപ്രിയ ഡൈനമൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഡോക്ടർ രമ്യ എസ് ജയ്ഷ് ആണ് ഇന്ന് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഫാർമസിയുടെ ബാക്കി വരുന്ന ഇൻട്രൊഡക്ഷൻ തൊട്ടുള്ള ഭാഗങ്ങൾ ഡോക്ടർ ദൃശ്യാഹരി അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ രമ്യയുടെ ക്ലാസ് ഫിനിഷ് ചെയ്ത ശേഷം അപ്പോൾ ഇന്ന് വൈകിട്ട് നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ഇന്ന് വൈകിട്ട് 6:30-ക്ക് ഡോക്ടർ KR രാജേശ്വരിയുടെ ഓർഗൻ ഓൺ അഫോറിസംസ് അവസാനത്തെ ക്ലാസ് മിക്കവാറും ഇന്നുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നത് 160 വരെയോ മറ്റോ കണ്ടാ പറഞ്ഞ് നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി അഫോറിസംസ് ഇന്ന് എടുക്കും. അത് കഴിഞ്ഞ് ഓർഗൻ ഓൺ ഓഫ് മെഡിസിനിൽ നമുക്ക് മറ്റ് ഫിലോസഫി, കെൻ ഫിലോസഫി, സ്റ്റുവർട്ട് ക്ലോസ്, H. റോബർട്ട്സ്, ഡൺഹാം, ഇത്രയും പുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യണമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ക്ലാസ് ഉണ്ടാകും. ഓർഗൻ ഓൺ ഫിനിഷ് ചെയ്ത ശേഷം രാജേശ്വരി ഡോക്ടർ മെറ്റീരിയൽ കുറച്ച് പോളിക്രസ് ഡ്രഗുകൾ എടുക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഐശ്വര്യ ഡോക്ടർ ഏകദേശം കുറേ ഭാഗം കഴിഞ്ഞു. കുറച്ച് ക്ലാസ്സുകളൂടെ ഉണ്ട് CVS-ൽ. അത് കഴിഞ്ഞിട്ട് CNS കൂടെ ഐശ്വര്യ ഡോക്ടർ ആയിരിക്കും എടുക്കുന്നത്. ഡോക്ടർ സെൽജ ജയകുമാർ പ്രാക്ടീസ് ഓഫ് മെഡിസിനിലെ റെസ്പിറേറ്ററി സിസ്റ്റം അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ക്ലാസ് ഉണ്ടാകും. ഡോക്ടർ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആമിന ഡോക്ടർ നാളെ തൊട്ട് ജോയിൻ ചെയ്യും. ഇന്ന് റെഡി ആയിരുന്നു. ഇന്ന് പിന്നെ നമ്മൾ രാജേശ്വരി ഡോക്ടർ ക്ലാസ് ഫിക്സ് ചെയ്തുകൊണ്ട് നാളെ തൊട്ട് ആമിന ഡോക്ടർ നാളെ ഒരു ദിവസം കൂടെ കൊണ്ട് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഫിനിഷ് ചെയ്തുകൊണ്ട് അതിനടുത്ത ദിവസം മുതൽ ആമിന ഡോക്ടർ വീണ്ടും അനാറ്റമി തിരിച്ച് ലോവർ ലിംബും ഹെഡ് ആൻഡ് നെക്കിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വരികയാണ്. ഒപ്പം നമ്മൾ ഇന്ന് നേരത്തെ ഞാൻ അനൗൺസ് ചെയ്തതുപോലെ അതുപോലെ ഇന്ന് രാത്രി 9 മണിക്ക് ഡോക്ടർ ബിനു കൃഷ്ണൻ BHMS MBBS തൃപ്രങ്ങോട് ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ നമുക്കൊരു ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹം കാർഡിയോവാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതൊരു പക്ഷേ ഗൂഗിൾ മീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കഷൻ പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യുന്ന ഡിസ്കഷൻ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. ഏതായാലും അത് ഇന്ന് 9 മണിക്ക് ഉണ്ടാകും. അത് ഞാൻ വൈകിട്ടത്തെ ക്ലാസ്സിന്റെ സമയത്ത് കൃത്യമായിട്ട് അത് അനൗൺസ് ചെയ്യാം. അതുപോലെ ഇന്ന് 6:30 മുതൽ 7:45 വരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് കൃത്യം 8 മണിക്ക് 50 ചോദ്യങ്ങൾ, ഓർഗനോണിൽ നിന്നുള്ള 50 ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളും മുൻപ് ഓൾ ഇന്ത്യ PG എൻട്രൻസിലോ മറ്റ് സ്റ്റേറ്റ് PSC എക്സാമുകളിലോ ചോദിച്ച 50 ചോദ്യങ്ങൾ ഓർഗനോണിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ തന്നെയാണ്. വലിയ ടഫ് അല്ല, എങ്കിലും നമ്മൾ പറയാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ സക്സസ് 23 എന്നുള്ള ഗ്രൂപ്പിൽ PDF പോസ്റ്റ് ചെയ്യും. നിങ്ങൾ അതിൻ്റെ ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ആൻസർ A or B, A, B, C, D അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് മാർക്ക് ചെയ്ത് അരമണിക്കൂറിനകത്ത് 50 ചോദ്യം നമുക്ക് PSCക്ക് കിട്ടുന്നത് 37 മിനിറ്റാണ്, 37.5 മിനിറ്റാണ്. ഇത് ഓർഗനോൺ ആയതുകൊണ്ടും കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടും 30 മിനിറ്റിനകത്ത് 8:30-ക്ക് തന്നെ എല്ലാവരും അത് ആൻസർ ചെയ്ത് തിരിച്ചയക്കുക. അതിനുശേഷം കീ നമ്മൾ ഇടുന്നതായിരിക്കും. 8 മണി എന്നുള്ള സമയം എന്തെങ്കിലും ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. വേണമെങ്കിൽ 9 മണി വേണമെങ്കിലാക്കാം. പക്ഷേ ഇന്ന് 9 മണിക്ക് ബിനു ഡോക്ടറുടെ ഒരു ഡിസ്കഷനോടെ വെച്ചതുകൊണ്ടാണ് 8 മണിക്ക് തന്നെ ചെയ്യുന്നത്. രാജേശ്വരി ഡോക്ടർ ക്ലാസ് കഴിയുന്ന മുറയ്ക്ക് തന്നെ അതങ്ങ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് 8 മണി. വീണ്ടും നമ്മൾ ഇതുപോലെ 50-ഓ 100-ഓ മാർക്കിനുള്ള ഓരോ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളും പിന്നെ മിക്സഡ് ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് തന്നെയുള്ള എല്ലാ വിഷയങ്ങളും കവർ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ പരീക്ഷകൾ വീണ്ടും എക്സാംസ് ഉണ്ടാകും. മോഡൽ എക്സാംസ് കുറേയേറെ നടത്തണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടെ ടൈറ്റ് ഷെഡ്യൂളിലേക്ക്
കൊണ്ടുവരേണ്ട സമയമായി. നമ്മൾ ഒന്നുകൂടെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങൾ ഉണ്ടാകും. ഏതായാലും ഞാൻ രമ്യ ഡോക്ടർ റെഡിയാകുക. ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ഡൈനമൈസേഷൻ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും. അതിൻ്റെ ബാക്കി ഭാഗം നാളെയോ അടുത്ത ദിവസമോ നമ്മൾ പറയും. അപ്പം എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഹാർദവമായി വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടർ രമ്യ ഡോക്ടർക്ക് ക്ലാസ് എടുക്കാനായിട്ട്. ഡോക്ടർ റെഡിയാണോ? റെഡിയാണ് സർ. റെഡിയാണ് സർ. ഡോക്ടറെ റെഡിയാണല്ലോ? റെഡിയാ സർ. ഓക്കെ. ഷെയർ ചെയ്യാൻ. അപ്പം ഇന്നത്തെ എക്സാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ വല്ലതും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിച്ചോളുക. 50 മാർക്കിന്റെ ഓർഗനോൺ ക്വസ്റ്റ്യൻസ്. അതെല്ലാ ക്വസ്റ്റ്യൻസും മുൻപ് പല പരീക്ഷകളിൽ സ്റ്റേറ്റ് PSCകളിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലെ UPSC ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏത് പരീക്ഷയ്ക്കാണ് ചോദിച്ചതെന്നൊക്കെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ ആൻസർ ABCD എന്ന് എഴുതി ഒരു പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് അയക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ ആൻസർ ചെയ്ത് അയച്ചാലും മതിയാകും. ഓക്കെ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്കിന്ന് സ്കെയിൽസ് ഓഫ് ഡൈനാമൈസേഷൻ നോക്കാം. So potentization definition. Dr. Hanuman's 5th volume of chronic disease potentization കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, homeopathic dynamization are process by which the medicinal properties which are latent in natural substance while in their crude state become aroused and then become enabled to act in our life, in our sensible and irritable fiber. And this development of properties of crude natural substance by dynamization takes place in the case of dry drug substance by means of trituration in mortar, but in the case of fluid substance by the means of shaking or succussion. So രണ്ടു തരം നമ്മുടെ ലേറ്റന്റ് നാച്ചുറൽ ആയിട്ട് ഉള്ള സബ്സ്റ്റൻസിന്റെ ക്രൂഡ് സബ്സ്റ്റൻസിൽ ലേറ്റന്റ് ആയി കിടക്കുന്ന പ്രോപ്പർട്ടിയെ എറൈസ് ചെയ്തുകൊണ്ടുവരുന്ന 2 പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് ഡൈനാമൈസേഷൻ. അത് 2 ടൈപ്സ് ഉണ്ട്. ട്രൈച്ചുറേഷൻ, അത് ഡ്രൈ ഡ്രഗ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ട്രൈച്ചുറേഷൻ, ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഷേക്കിംഗ് അല്ലെങ്കിൽ സക്ഷൻ. ഇത് ഹനുമാൻ 5th വോളിയത്തിൽ കൊടുത്ത ഡെഫിനിഷൻ. സ്റ്റുവർട്ട് ക്ലോസ് പറഞ്ഞിരിക്കുന്നത് ഡൈനാമൈസേഷനെ കുറിച്ച്. Homeopathic dynamization is a mathematico-mechanical process for the reduction according to scale of crude, inert or poisonous medicinal substance to a state of physical solubility, physiological assimilability and therapeutic activity and harmlessness for use as homeopathic healing remedy. So Stuart Claus ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് റെഡ്യൂസ് ചെയ്യുന്നതോറും ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കോ-മെക്കാനിക്കൽ പ്രോസസ് ഫോർ ദ റിഡക്ഷൻ. സ്കെയിൽ അനുസരിച്ച് ഡ്രഗിന്റെ എമൗണ്ട് കുറയും, പക്ഷെ അത് നമ്മുടെ ഫിസിക്കൽ സോളബിലിറ്റിയും ഫിസിയോളജിക്കൽ അസിമിലബിലിറ്റിയും തെറാപ്യൂട്ടിക് ആക്ടിവിറ്റിയും കൂട്ടി നമ്മുടെ ബോഡിക്ക് ഹാംലെസ് ആയി ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യും. അതാണ് സ്റ്റുവർട്ട് ക്ലോസ് പറഞ്ഞിരിക്കുന്നത്. Then what are the factors for potentization or factors of the potentization are nature of the drug and solvent. So the factors, solid vehicles, sugar of milk used for the insoluble drug നമ്മൾ അതിന്റെ ലേറ്റന്റ് പ്രോപ്പർട്ടി എറൈസ് ചെയ്യാനായിട്ട് ഷുഗർ ഓഫ് മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സോളബിൾ ഡ്രഗ്സിന് നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ, purified water, dispensing alcohol. So solid vehicle, sugar of milk, ഇതെല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ ethyl alcohol used for the drug soluble in liquid vehicle, purified water for preparing the potency and dispensing alcohol in some cases. Class 6 medicine, then further potency ഉണ്ടാക്കാനും dispensing alcohol.
സോ നമ്മുടെ ഡൈല്യൂഷന്റെ ഒരു ചാർട്ട്, ഒരു സീരിയൽ ഡൈല്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പൊ സെന്റിസിമൽ സ്കെയിലാണെങ്കിൽ 1/100, ഡെസിമൽ സ്കെയിലാണെങ്കിൽ 1/10 drug vehicle ratio. So vehicle 1 by part of 100 in centesimal, decimal 1/10. അപ്പൊ നമ്മളത് സീരിയൽ ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ 6x പോകുമ്പോൾ 1/10. സോ 1x എന്ന് പറയുമ്പോൾ 1/10, 2x എന്ന് പറയുമ്പോൾ 1/10 into 1/10 into 1/10 into 1/10 is equal to 1/100. 3x എന്ന് പറയുമ്പോൾ 1/10 into 1/10 into 1/10, 1/1000 or 10⁻3. 4x എന്ന് പറയുമ്പോൾ 4 times 10⁻4. 5x എന്ന് പറയുമ്പോൾ 10⁻5. 6x 10⁻6. അതുപോലെ 1c എന്ന് പറയുമ്പോൾ നമ്മൾ 1/100, അത് 2c ആകുമ്പോൾ 1/100 into 1/100, then 1/10,000. അപ്പം 2x ഡെസിമൽ സ്കെയില് 1c സെന്റിസിമൽ സ്കെയിലുമായിട്ട് സിമിലർ ആയിരിക്കും. 4x 2c ആയിട്ടും, 8x 4c. അത് മില്ലിസിമലിലോട്ട് പോകുമ്പോൾ നമ്മുടെ 0/2 എന്ന് പറയുന്നത് 4c ആയിട്ടും 8xന്റെ സെയിം പൊട്ടൻസി ആയിരിക്കും 0/2. So what is trituration? നമ്മൾ trituration എന്ന് പറയുമ്പോൾ it is an ideal physical mathematical process of potentization by which preparation of medicine takes place by the use of solid vehicle. So sugar of milk by grinding of the sugar of milk in a definite order. So ഒരു സെക്കൻഡ്. So trituration definition, according to homeopathic pharmacopoeia, it is an ideal physical mathematical process of potentization by which preparation of medicinal substance takes place by the use of solid vehicle. So sugar of milk നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒരു ഡെഫിനിറ്റ് ഓർഡറിൽ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് trituration for insoluble substance in liquid. Then potency is made by trituration up to 6c in centesimal scale and 50 millisimal scale and 6s in the decimal scale. അപ്പോൾ 3c സെന്റിസിമൽ സ്കെയിലിൽ നമ്മൾ 3c വരെയും 50 സെന്റിസിമലിലും 50 മില്ലിസിമലിലും 3c പൊട്ടൻസി വരെ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്ത് അത് പിന്നീട് സോളുബിൾ ആയി മാറും. ഡെസിമൽ സ്കെയിലിൽ 6x. അപ്പൊ നമ്മുടെ ഇവിടെ 3cയും 6xഉം സിമിലർ പൊട്ടൻസി ആണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. 3c എന്ന് പറയുമ്പോൾ 6x ഇവിടെ നോക്കുമ്പോൾ 10⁻6, 3c എന്ന് പറയുമ്പോൾ 10⁻, ഡ്രഗ് ടു വെഹിക്കിൾ സ്ട്രെങ്ത് 10⁻6. സോ 6xഉം 3cയുടെയും ഡ്രഗ് സ്ട്രെങ്ത് 1/10⁻6. സോ അതാണ് ട്രൈറ്റുറേഷൻ. So trituration, substance taken for trituration. ഇന്നലെ അനില ഡോക്ടർ പറഞ്ഞ പോലെ as per old method of preparation, class 7, class 8 and class 9 are used for the, they are dry insoluble substance used for the trituration according to class 7. Then class 8, liquid insoluble substance, snake venom. So ഈ snake venom ആണ് നമ്മുടെ ഡെസിമൽ സ്കെയിലില് ട്രൈറ്റുറേഷന് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ദെൻ ക്ലാസ് 9 ഫ്രഷ് വെജിറ്റബിൾ സബ്സ്റ്റൻസും ആനിമൽ സബ്സ്റ്റൻസും ട്രൈറ്റുറേഷൻ വഴിയാണ് നമ്മൾ അതിന്റെ ലേറ്റന്റ് പ്രോപ്പർട്ടി എറോസ് ചെയ്യുന്നത്. സോ ഒരു ട്രൈറ്റുറേഷൻ നമ്മൾ 1 hour എടുക്കും. അത് നമ്മൾ 3 സബ് ഡിവിഷൻ ആയിട്ട് 20 മിനിറ്റ്സ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ആ 20 മിനിറ്റ്സിനെയും എഗെയിൻ 2 10 മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 1 hour ട്രൈറ്റുറേഷന്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 20 മിനിറ്റ്സ് ഉള്ള 3 സ്റ്റേജസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും. ആ എടുക്കുന്ന 20 മിനിറ്റ്സ് വീണ്ടും 2 10 മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഒരു 10 മിനിറ്റ്സ് അക്കോർഡിംഗ് ടു ഹനിമാൻ ആദ്യത്തെ 6 മിനിറ്റ് റബ്ബിങ്ങിനും 3 മിനിറ്റ്സ് സ്ക്രേപ്പിങ്ങിനും 1 മിനിറ്റ് മിക്സ് ചെയ്യാനും ആയിരിക്കും.
Then homeopathic pharmacopoeia പറയുന്നതനുസരിച്ച് ഇപ്പൊ അത് മാറ്റി 6 minutes rubbing-ഉം 4 minutes stirring-ഉം ആക്കി മാറ്റി. സോ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ ആണോ? ഓക്കെ ആണ് ഡോക്ടർ. So time of distribution 60 minutes, 3 stage ആയിട്ട് 20 minutes, 20 minutes, 20 minutes ആയിട്ട്. പിന്നെ each 20 minutes 10 minutes. ആ 10 minutes Hahnemann 6 minute rubbing, 3 minutes scraping, 1 minute mixing. HPI അനുസരിച്ച് 6 minute rubbing, 4 minutes stirring. Then class 7 liquid potency ആയിട്ട് വരുമ്പം ഡ്രഗ് വെഹിക്കിൾ റേഷ്യോ ഡെസിമൽ സ്കെയിലിൽ 1:9. അതില് നമ്മള് ഷുഗർ ഓഫ് മിൽക്ക് എടുക്കുന്ന ആ 9 എന്ന് പറയുമ്പം നമ്മൾ 3 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ആദ്യത്തെ 20 മിനിറ്റിൽ 3 പാർട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ട്രൈച്ചുറേറ്റ് ചെയ്ത ആ പ്രോസസ്സിൽ അടുത്ത 20 മിനിറ്റ്സ് ആവുമ്പോഴായിരിക്കും അടുത്ത 3 പാർട്ട് ആഡ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്ത് അടുത്ത 20 മിനിറ്റ് 3 പാർട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഡെസിമൽ സ്കെയിൽ. സെന്റിസിമൽ സ്കെയിലിൽ ഡ്രഗ് വെഹിക്കിൾ റേഷ്യോ 1:99. അപ്പം ആദ്യത്തെ 20 മിനിറ്റിൽ 1 പാർട്ട് ഡ്രഗും 33 പാർട്ട് ഷുഗർ ഓഫ് മിൽക്കും. നെക്സ്റ്റ് സൈക്കിളിൽ വീണ്ടും 33 പാർട്ട് ഷുഗർ ഓഫ് മിൽക്കും. നെക്സ്റ്റ് സൈക്കിളിൽ 33 പാർട്ട് ഷുഗർ ഓഫ് മിൽക്ക്. ഇൻ ഹോമിയോപ്പത്തിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യയിൽ 1:9 ഡെസിമൽ സ്കെയിലില് ഫസ്റ്റ് നമ്മൾ 1 പാർട്ട് ഡ്രഗും 1 പാർട്ട് വെഹിക്കിളും, സെക്കൻഡ് 20 മിനിറ്റ്സിൽ ബാക്കി 3 പാർട്ടും, പിന്നെ ബാക്കിയുള്ള 20 മിനിറ്റ്സിൽ 5 പാർട്ടുമായിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. സോ ദ പ്രോസസ് ഓഫ് ട്രൈച്ചുറേഷൻ ക്ലാസ് 7 അക്കോർഡിംഗ് ടു ഡോക്ടർ Hahnemann, in decimal scale 1 part of drug substance is triturated with 9 part of the sugar of milk, and all subsequent potencies are prepared by taking 1 part of the previous one with 9 part of sugar of milk. And duration of the whole process takes 60 minutes, dividing in 20 minutes, which is further divided into 10 minutes, and then that 10 minutes, 6 minutes, 3 minutes, 1 minute ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് സെന്റിസിമൽ സ്കെയിലാവുമ്പോൾ 1 part of the drug substance, 99 part of sugar of milk ആയിട്ട് ട്രൈച്ചുറേറ്റ് ചെയ്ത് all the subsequent potencies are prepared by taking 1 part of the previous one and next but 99 part of the sugar of milk. And duration of whole process 60 minutes divided into 20 minutes, which is further divided to 10 minutes and then 6, 3, 1 minute respectively. ഇവിടെ HPI അനുസരിച്ച് ഡ്യൂറേഷൻ സെയിം ആയിരിക്കും, 60 മിനിറ്റ് ഡിവൈഡ് ചെയ്യുന്ന, ബട്ട് ആ 10 മിനിറ്റ്സ് മാത്രം വേരിയേഷൻ. 6 മിനിറ്റ്സ് സ്ക്രേപ്പിംഗ്, മിക്സിംഗ്, 4 മിനിറ്റ്സ് സ്ക്രേപ്പിംഗ്. സോ നമ്മൾ ട്രൈച്ചുറേഷന്റെ മെറിറ്റ്സ്. സോ ഡ്രഗ് സബ്സ്റ്റൻസ് ക്യാൻ ബി ഡെഫിനറ്റ്ലി ഡിവൈഡഡ്. സോ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് സബ്സ്റ്റൻസ് ഡെഫിനറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻസോളുബിൾ സബ്സ്റ്റൻസ് ഇൻ ലിക്വിഡ് വെഹിക്കിൾ ബിക്കം സോളുബിൾ ആഫ്റ്റർ ട്രൈച്ചുറേഷൻ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഇൻസോളുബിൾ ആയിട്ടുള്ള ഡ്രൈ സബ്സ്റ്റൻസിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി എറൈസ് ചെയ്യാൻ പറ്റും. അത് ലിക്വിഡ് വെഹിക്കിളിലോട്ട് അത് ഡൈല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ആക്കി മാറ്റാൻ ട്രൈച്ചുറേഷൻ കൊണ്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് മെറിറ്റ് ഈസ് മെഡിസിനൽ പ്രോപ്പർട്ടി ഈസ് എറൗസ്ഡ്. സോ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി എറൗസ് ചെയ്യും. ദെൻ ക്വാളിറ്റേറ്റീവ് പവർ ഈസ് ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് ദ ക്വാണ്ടിറ്റി. സോ ഹോമിയോപ്പത്തിക് പ്രിൻസിപ്പിൾ ക്വാളിറ്റേറ്റീവ് പവർ ഈസ് ഇൻക്രീസ്ഡ്, എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് ദ ക്വാണ്ടിറ്റി. Then by triturating, surface tension is increased enormously. A particle divide ചെയ്ത് അതിന്റെ surface tension നന്നായിട്ട് കൂടും. So absorption, colloidal property and catalytic effect is also increased. So അത് നമ്മൾക്ക് പെട്ടെന്ന് surface tension ഒക്കെ കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
So that are the merits for the trituration. So merits എന്ന് പറയുമ്പോൾ drug substance നെ definite ആയിട്ട് divide ചെയ്യാൻ പറ്റും. Insoluble substance in liquid vehicle become soluble after trituration. Medicinal property is aroused. Then qualitative power is increased by reducing the quantity and surface tension is increased. So absorption, colloidal property and catalytic effect is also increased. Then demerits എന്ന് പറയുമ്പോൾ it is a very long process. Labor spent is much. Sugar of milk has the aldehyde property. So some drug substance are reduced. ഇതൊരു important demerit ആണ്. Sugar of milk ന് aldehyde property ഉണ്ടായോണ്ട് some drug substance അത് reduction സംഭവിക്കും. Then sugar of milk is hard and gritty. It does not cause communion of substance harder than itself. So hard substance, it is communion patilla. So sugar of milk is hard and gritty. So it does not cause communion of substance harder than itself. ഇതൊക്കെയാണ് അതിന്റെ demerit ആയിട്ട് പറയുന്നത്. So നമ്മൾ ട്രൈറ്റുറേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈ ഇൻസോളബിൾ സബ്സ്റ്റൻസിനെ ലിക്വിഡ് സോളബിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റാനാണ് നമ്മൾ ട്രൈറ്റുറേറ്റ് ചെയ്യുന്നത്. സോ ദ കൺവേർഷൻ ഓഫ് ട്രൈറ്റുറേഷൻ ഇൻടു liquid potency. So potency to be used 3C in the centesimal scale and 6x. നമ്മൾ 3C വരെ ട്രൈറ്റുറേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് liquid potency ആയിട്ട് കൺവേർട്ട് ചെയ്യാം in centesimal scale and 6x വരെ ട്രൈറ്റുറേറ്റ് ചെയ്ത് ഡെസിമൽ സ്കെയിലിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 3Cയും 6xും സിമിലർ സോ 6x എന്ന് പറയുമ്പോഴും 3C എന്ന് പറഞ്ഞാലും സിമിലർ ഡ്രഗ് ടു വെഹിക്കിൾ റേഷ്യോ ആണ്. രണ്ടും സെയിം സ്ട്രെങ്ത് ആണ് ഉള്ളത്. 1/10⁶. രണ്ടിന്റെയും ഡ്രഗ് ടു വെഹിക്കിൾ സ്ട്രെങ്ത് 1/10⁶. And trituration below this potency is not possible because they are not soluble in alcohol or in purified water. So the first liquid potency in centesimal scale is 4C and decimal scale is 8x. So the first liquid potency centesimal scale is 4Cയും decimal scale is 8xും ആയിരിക്കും. So conversion of 6x trituration into liquid potency. So adinte pere jumping potency aanu. So 1 grain of 6x potency we are adding 50 drops of purified water. So 1 grain of 6x ne nammal 50 drop purified water aayittu dissolve ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും 50 drops of dispensing alcohol add ചെയ്ത് 10 downward stroke of succussion കൊടുക്കും. അപ്പൊ ഇത് 100 ആയി മാറും. അതുകൊണ്ട് 7x ഇല്ലാതെ 8xലോട്ട് ഡയറക്റ്റ് പോകും. അതുകൊണ്ടാണ് ഇതിനെ ജമ്പിംഗ് പൊട്ടൻസി എന്ന് പറയുന്നത്. സോ 1 grain of 6x we are adding 50 drops of purified water, then that will be get dissolved. After that we are adding 50 drops of dispensing alcohol and giving 10 downward stroke. അങ്ങനെ 8x potency. ബാക്കി എല്ലാ പൊട്ടൻസിയും ഫർദർ പൊട്ടൻസി വിൽ ബി പ്രിപ്പയർഡ് ബൈ 1:9 drug vehicle ratio. So jumping potency from 6x to 8x in the decimal scale. In the centesimal scale നമ്മൾ 3C 10⁶ ആയോ. So നമ്മൾ 3C എടുത്തിട്ട് 50 drops of distilled water dissolve ചെയ്തിട്ട് വീണ്ടും 50 drops of dispensing alcohol add ചെയ്യുമ്പോൾ 10 ആയി മാറും. So first liquid potency in the centesimal scale എന്ന് പറയുമ്പോൾ 4Cയും decimal scale എന്ന് പറയുമ്പോൾ 8xും. So jumping potency എന്ന് പറയുമ്പോൾ 6xന്ന് ഡയറക്റ്റ് ആയിട്ട് 8xലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പൊട്ടൻസിയാണ് ജമ്പിംഗ് പൊട്ടൻസി എന്ന് പറയുന്നത്.
So according to decimal scale, 7x potency cannot be prepared because if we take 9 part of alcohol and 1 grain of 6x potency, then it won't be dissolved. അത് dissolve ചെയ്യാൻ പറ്റില്ല. So it is also known as fluxion potency. അതുകൊണ്ട് 50 part purified water 50 part alcohol എടുക്കുമ്പോൾ അത് 100 പാർട്ടായി മാറും. അതുകൊണ്ട് 2 പൊട്ടൻസി ഡെസിമലിൽ നിന്ന് 10 പാർട്ട് അല്ലാതെ 100 പാർട്ടായി മാറി. അതുകൊണ്ടാണ് അതിനെ ജമ്പിങ് പൊട്ടൻസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ മോട്ടോർ ആൻഡ് പെസൽ വെച്ചായിരിക്കും ട്രൈച്ചുറേറ്റ് ചെയ്യുന്നത്. മോട്ടറും പെസലും കുറച്ച് തീരെ സ്മൂത്ത് ആവാൻ പാടില്ല. ദെൻ ഇൻ ട്രൈച്ചുറേറ്റിംഗ് പ്ലംബം പെസല് സോഫ്റ്റ് ആയിരിക്കണം. സാധാരണ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ മോട്ടർ ആൻഡ് പെസലിൽ ചെറിയൊരു റഫ്നെസ് വേണം. പക്ഷെ നമ്മൾ പ്ലംബം ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ ആ പെസല് സോഫ്റ്റ് ആയിരിക്കണം. പിന്നെ ഇൻ മേക്കിംഗ് ദ ഫസ്റ്റ് ട്രൈച്ചുറേഷൻ ഓഫ് മെർക്കുറി, ഗ്രാഫൈറ്റിസ് ആൻഡ് പ്ലംബം ഡബിൾ ടൈം വേണമെന്നാണ് പറയുന്നത്. Then in triturating ferrum metallicum, the moisture has to be driven out by keeping the motor warm. So സാധാരണ ബേർട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഓഫ് മിൽക്ക് കുറച്ച് ആൽക്കഹോൾ കണ്ടന്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് പെസലില് അധികം നമുക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഫെറം മെറ്റാലിക്കം ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോൾ മോയ്സ്ചർ ഹാസ് ടു ബി driven out by keeping the motor warm. ഇതാണ് ചില വേരിയേഷൻസ്. ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി സ്കെയിൽസ് ഓഫ് ട്രൈച്ചുറേഷൻ ഉണ്ടെന്ന. സോ 2 സ്കെയിൽ ഓഫ് ട്രൈച്ചുറേഷൻ, ഡെസിമൽ സ്കെയിലും സെന്റിസിമൽ സ്കെയിലും. അത്രയാണ് ട്രൈച്ചുറേഷനെ കുറിച്ച്. സോ ട്രൈച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഡ്രൈ ഇൻസോൾബിൾ സബ്സ്റ്റൻസിലെ ഇനേർട്ട് ആയിട്ട് കിടക്കുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി എറൗസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്. ദെൻ ഗോയിങ് ടു സക്കഷൻ. സോ സക്കഷൻ കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് സക്കസിയം ഓർ സക്കച്ചർ which means shaking up. So the substance taken for succussion are medicinal substance that are soluble in alcohol and distilled water. So substance belonging to class 1 to 4, that includes class 5 and 6 solution of the old method ആണ് നമ്മൾ കൂടുതലും സക്കഷൻ. Then after 4C and 6X trituration ബാക്കിയെല്ലാം സക്കസ് ചെയ്താണ് എടുക്കുന്നത്. So succussion definition according to homeopathic pharmacopoeia, it is a process of potentization by which preparation of medicine takes place by the use of a liquid vehicle like alcohol or water by shaking in a definite method. And vehicle used for class 1 to 4 alcohol, class 5 distilled water and class 6 dispensing alcohol. നമ്മൾ ട്രൈറ്റുറേറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും 1 ഡയറക്ഷനിലായിരിക്കും, either ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ട്രൈറ്റുറേഷന്റെ കാര്യം ട്രൈറ്റുറേറ്റ് ചെയ്യുന്നത്. ഇത് 10 ഡൗൺവേർഡ് സ്ട്രോക്സ്. സോ സക്കഷൻ മണ്ടലിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പൊട്ടന്റൈസേഷൻ ഓഫ് മെഡിസിനൽ സബ്സ്റ്റൻസ് വിച്ച് ആർ സോളുബിൾ ഇൻ ലിക്വിഡ് വെഹിക്കിൾ, particularly in alcohol by downward friction. Succussion by downward friction, trituration by circular motion. പിന്നെ ഹനിമാൻ ഹിംസെൽഫ് മെയ്ഡ് പൊട്ടൻസി അപ് ടു 60 C വരെയാണ് ഹനിമാൻ മാക്സിമം പൊട്ടൻസി മാൻ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ടു ഹാർഡ് ടു പെർസ്യൂ ഹനിമാൻ ഹാൻഡ് പ്രോസസ് ഇൻ കേസ് ഓഫ് ഹയർ ആൻഡ് ഹയർ പൊട്ടൻസി which came up after Hanuman. Hanuman himself made potency up to 60 C വരെ Hanuman handmade ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Then of late practically all this, ഇത് ബാനർജിയിൽ ഉള്ള ഒരു പോർഷൻ ആണ്. Of late practically all these higher or highest potency or dilution are prepared by automatic machines. ഇതിന് ശേഷം higher potency എല്ലാം മെഷീൻ വഴിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. Then the process of succussion is entirely different from simple mixing or agitating.
The process of succussion is a new invention of Hahnemann at the Renaissance periods of 18th century itself. ഇത് ഹനുമാൻ ഇത് പറഞ്ഞു. So at a dilution of 10 raised to 24 corresponding to 12C or 24x. Other Avogadro limit has been reached. So beyond which there are theoretically no molecules of the original substance left in the preparation. So 12C ശേഷം നമ്മുടെ ഒരു സബ്സ്റ്റൻസും അവഗാഡ്രോ ലിമിറ്റ് റീച്ച് ചെയ്ത് അതിനുശേഷം നമുക്ക് സബ്സ്റ്റൻസ് ഒന്നും അല്ലെങ്കിൽ മെഡിസിനൽ കണ്ടന്റ് ഫിസിക്കലി നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി അപ്പൊ എനർജി ആയിട്ടായിരിക്കും അതെല്ലാം കൺവേർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ 12C ശേഷം അവഗാഡ്രോ ലിമിറ്റ് കഴിഞ്ഞു. So succussion, decimal scale 1 part of the drug substance with 9 part of alcohol with 10 downward stroke. Centesimal 1 part of the drug with 99 part of the alcohol or vehicle with 10 downward stroke. നമ്മൾ ഇതൊരു പിക്ചർ റെപ്രസെന്റേഷൻ. സോ മദർ ടിഞ്ചറിൽ നമ്മൾ സെന്റിസിമൽ സ്കെയിലിൽ 1 പാർട്ട് ഡ്രഗും 99 പാർട്ട് ഓഫ് ആൽക്കഹോളും എടുത്ത് 1C. സോ 1:100. ഇൻ ഡെസിമൽ സ്കെയിലിൽ നമ്മൾ 1 പാർട്ട് ഓഫ് ദ ഡ്രഗും 9 പാർട്ട് ഓഫ് ദ വെഹിക്കിളും എടുത്ത് 1:10. സോ നെക്സ്റ്റ് ഇതിൽ നിന്ന് ഫസ്റ്റ് പൊട്ടൻസി സെക്കൻഡ് പൊട്ടൻസി ഉണ്ടാക്കാൻ 1 part of previous potency with 99 part of alcohol in the decimal scale for 2C. So 2 എന്ന് പറയുമ്പോൾ 1/100 into 1/100. So 1:10,000. 1/100 into 1/100. Then decimal scale 1/10 into 1/10. So the drug vehicle strength will be 1/100. And third C, 2C ന്ന് നമ്മൾ 1 part drugum 99 part of alcohol in case of 3C. Then decimal scale 1 part drugum 9 part alcohol. So 3x എന്ന് പറയുമ്പോൾ decimal scale 3x 1:1000 or 10⁻3. ഇതെന്ന് പറയുമ്പോൾ 10⁻6. നമുക്ക് ആ സീരിയൽ ഡൈല്യൂഷൻ ഒന്നും കൂടെ നോക്കാം. സോ 1C എന്ന് പറയുമ്പോൾ 1/100. സോ 1C 1/100 അത് നമ്മൾക്ക് 2x 1Cയും 2xും സിമിലർ പൊട്ടൻസിയാണ്. ദെൻ 2C എന്ന് പറയുമ്പോൾ 10⁻4 അത് 4xുമായിട്ട് സിമിലർ ആണ്. 10⁻4 ഡ്രഗ് സ്ട്രെങ്ത്. ദെൻ 4C എന്ന് പറയുമ്പോൾ 10⁻8 വരും. 2, 4, 6, 8 നെക്സ്റ്റ് പൊട്ടൻസി അത് 8xുമായിട്ട് സിമിലർ ആയിരിക്കും. സോ ചിലപ്പോഴിങ്ങനെ ഡ്രഗ് സ്ട്രെങ്ത് അല്ല ഡ്രഗ് വെഹിക്കിൾ റേഷ്യോ ചോദിക്കുമ്പോൾ സോ 2x is similar to 1C, 4x 2C, 8x 4C, and 16x is equal to 8C. Then 0 മില്ലിസിമലിലോട്ട് വരുമ്പോൾ 0/2 എന്ന് പറയുമ്പോൾ 4Cക്ക് സിമിലർ ആയിരിക്കും. 4Cയും 0/2ഉം 8xും സെയിം ഡ്രഗ് വെഹിക്കിൾ റേഷ്യോ ആയിരിക്കും. Then potency. So potency means it is derived from the word potentia, which means power in the sense of ability and capacity. So potency the word meaning എന്ന് പറയുമ്പോൾ power അല്ലെങ്കിൽ അതിന്റെ capacity. So according in Mandela, potency denotes the power which is derived by the grade of medicinal powers as developed by the process of dynamization are called homeopathic potency in different grades. So നമ്മുടെ പൊട്ടൻസി വെറും പവർ ഡൈല്യൂട്ട് ചെയ്ത് അതിന്റെ എനർജിയും കൂടെ എറൗസ് ചെയ്യും. സോ പൊട്ടൻസി ഈസ് ഈക്വൽ ടു ഡൈല്യൂഷൻ പ്ലസ് എനർജി. ദെൻ ഡെസിമൽ സ്കെയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് അല്ലെങ്കിൽ ഡി എന്നായിരിക്കും. സെന്റിസിമൽ സ്കെയിൽ സി ഓർ CH.
So centesimal scale in the founder Hahnemann, Dr. Hahnemann, year 1833. And symbol, it is denoted as C or just the number 30 or 200. Then drug vehicle ratio 1:99. Then succussion giving downward stroke 10 stroke. We are 10 stroke കൊടുക്കും. ഇത് centesimal scale aphorism 270 അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Then common potency 3C, 6C, 12C, 30C, 200C. And this scale was introduced by Hahnemann in the 5th edition of organon aphorism 270 centesimal scale ne kurichu parnittu. Then idine parayunnathu medicaments a la gatte ennayirikkum centesimal scale. So founder Hahnemann, year 1833, and aphorism in 5th edition 270. Then decimal scale founder Herring. പിന്നെ സാമുവൽ ഡബ്സോ വെബ്ഷർ ഒന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഉറപ്പില്ല. ഹെറിങ് സ്നേക്ക് വെനത്തിന്റെ പവർ എറോസ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഡെസിമൽ സ്കെയില് ഫൗണ്ട് ചെയ്തത്. Then it is symbol or X or D and drug vehicle ratio 1:9. Succussion 10 and designated by X, 3X, 6 and common potency are 3X, 6X, 12X, 24X, 30X. Then 50 millisimal potency. So Hahnemann 50 millisimal potency പറഞ്ഞിരിക്കുന്നത് renewed dynamization and aphorism 161 of the 6th edition. And renewed dynamization എന്നാണ് 50 millisimal potencyക്ക് Hahnemann കൊടുത്തിരുന്ന പേര്. And 50 millisimal potency are based on the principle enunciated by Hahnemann in the 6th edition of organon aphorism in 270 തന്നെ. Then 50 millisimal potency were termed by, and the term 50 millisimal എന്ന് കൊടുത്തത് Dr. Pierre Schmidt. And year it was first said in 1842, പക്ഷെ posthumous edition ആയിട്ട് 1921 50 millisimal 6th edition വഴി പുറത്തു വന്നത്. Then symbol Q or 50, ആ part of 50 വെച്ചിട്ടാണ് Q symbol വന്നത്. Then the common potency പറയുന്നത് 0/1 to 0/6 ആണ്. Drug vehicle ratio 1:50,000. അതുകൊണ്ടാണ് അതിന് LM, L എന്ന് പറയുമ്പോൾ 50, M എന്ന് പറയുമ്പോൾ 1000, LM potency. And ഇവിടെ 100 succussions ആണ് കൊടുക്കുന്നത്. And drug strength of 0/1 potency is 1/5 into 10. പിന്നെ ഈ 60 millisimal potency medicaments A globule എന്നാ പറയുന്നത്. ഇവിടെ medicaments A la gatte centesimal potency. Then preparation of the LM potency, triturate the drug with sugar of milk to prepare 3C up to 3C potency. Then 1 grain of the 3C potency is dissolved by shaking 500 drops of a mixture of 1 part of dispensing alcohol and 4 part of purified water. 500 drops are എടുക്കുന്നത്, അതിൽ 100 drops, 1 part dispensing alcohol and 4 part purified water. Thus the dry trituration is converted into the liquid form, and this is called the mother potency of the LM potency. And 1 drop subsequent എടുക്കുന്നത് 1 drop of the mother potency is put in the suitable vial of neutral glass and 100 drops of the pure alcohol are added, so that vial will be filled up to 2/3, and that will be 100 succussion കൊടുക്കും. And this makes the first LM potency 0/1. And for the preparation of each subsequent potency, soak few globules. So നമ്മളിവിടെ സാധാരണ പോലെയല്ല, globule 100 globule weighing 65 milligram. അങ്ങനെ 500 globule, അങ്ങനെയുള്ള 100 globule ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള 500 globule ഒരു ഡ്രോപ്പ് മാത്രമേ ഹാർഡ്ലി അബ്സോർബ് ചെയ്യുള്ളൂ.
അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടോ പോലെ തോന്നുന്നു. സൈസ് ഓഫ് ദ 50 മില്ലിസിമൽ ഗ്ലോബ്യൂൾ, അത് 5 സൈസ് എന്നാ എവിടെയോ കണ്ടതേ. പോപ്പി സീഡിന്റെ സൈസ് എത്രയാണ്? നമ്മൾ 30 സൈസ് 40 സൈസ് പറയുന്ന പോലെ അതിന്റെ ഒരു ഗ്ലോബ്യൂളിന്റെ സൈസ് 5 എന്നാ കണ്ടത്. എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും അത് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ പറയണേ. Then drug strength of the mother tincture in the 50 millisiemens potency is 1/5 into 10 raised to 8. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് drug strength of the mother tincture in 50 millisiemel scale. And drug strength of the first potency in the 50 millisiemel scale is 1/5 into 10 raised to 10. അപ്പം mother tincture drug strength 1/5 into 10 raised to 8 ഫസ്റ്റ് പൊട്ടൻസിയുടെ ഡ്രഗ് സ്ട്രെങ്ത് 1/5 into 10 raised to 10. അതാണ് 50 മില്ലിസിമലിനെ കുറിച്ചുള്ളത്. സോ ട്രൈച്ചുറേഷൻ എന്ന് പറയുമ്പം ഡ്രൈ ഇൻസോൾബിൾ സബ്സ്റ്റൻസിനെ സോൾബിൾ ആക്കാനുള്ള പ്രോസസ്സ്. ദെൻ സക്കഷൻ സോൾബിൾ സബ്സ്റ്റൻസിന് മെഡിസിനൽ പ്രോപ്പർട്ടി അറൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 3 സ്കെയില്, ഡെസിമൽ സ്കെയിൽ, സെന്റിസിമൽ സ്കെയിൽ, 50 മില്ലിസിമൽ സ്കെയിൽ. ഫൗണ്ടർ, ഇയർ, സിമ്പൽ, ഡ്രഗ് വെഹിക്കിൾ റേഷ്യോ, സെഡ് ഇൻ ദ centesimal scale, said in the 5th aphorism. Then 5th edition, aphorism number 270. Decimal scale founder Herring. Then 50 millisimal scale, the name was coined by Pierre Schmidt. In the high fluxion potency. So നമ്മളിവിടെ പറഞ്ഞു ഹനിമാൻസ് അപ് ടു 60 C വരെയാണ് ഹാൻഡിൽ പ്രിപ്പയർ ചെയ്ത മെഡിസിനൽ പൊട്ടൻസി. സോ അതിൽ കൂടുതൽ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഹൈ ഫ്ലക്ഷൻ പൊട്ടൻസി ഉണ്ടാക്കാൻ കാരണം. സോ ദ ലിക്വിഡ് അറ്റിനുവേഷൻ ബൈ ഹാൻഡ് പ്രോസസ് ക്യാൻ ബി മെയ്ഡ് അപ് ടു 1 m. ഹനുമാൻ മാക്സിമം പ്രിപ്പയർ ചെയ്തത് 60 C. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 1 m. But for making higher potency like 10 m, 50 m, cm, mm requires much alcohol, labor and time. To combat this problem, many homeopaths have invented machines. And such higher potency which are prepared with the help of machines are known as high fluxion potency. So high fluxion potency are preparing by machines. അതിനു മുൻപ് നമ്മൾ പറഞ്ഞായിരുന്നു 6x ഡയറക്റ്റ് ആയിട്ട് 8x നമ്മൾ പൊട്ടൻസി ജമ്പിങ് പൊട്ടൻസി പറഞ്ഞത്. പക്ഷേ ബേർട്ട് പറയുന്നു അങ്ങനെ, അതുകൊണ്ട് നമുക്ക് 7x എന്ന് പറഞ്ഞൊരു പൊട്ടൻസി കിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ബേർട്ട് പറയുന്ന നമുക്ക് 7x ഉണ്ടാക്കാം. 7x ലിക്വിഡ് പൊട്ടൻസി ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ഇറ്റ്സ് പ്രീവിയസ് 6x trituration. സോ അതെങ്ങനെയാന്ന് വെച്ചാൽ 1 part of the 6x trituration and 9 part of the purified water, 10 downward stroke കൊടുത്താൽ 7x കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് 9 part എടുത്ത് അത് ഡിസോൾവ് ചെയ്തിരുന്നു. പക്ഷെ ബേർട്ട് പറയുന്നു 7x നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അതിനെയാണ് സ്ട്രെയിറ്റ് പൊട്ടൻസി എന്ന് പറയുന്നത്. സോ 8x ഫ്ലക്ഷൻ പൊട്ടൻസി, സ്ട്രെയിറ്റ് പൊട്ടൻസി സെറ്റ് ബൈ ദ ബേർട്ട് ഓഫ് London. Then Q potency is the term used to designate 50 m potency, 50 millisimal potency. Then back potency എന്ന് പറഞ്ഞ, so 2 or 3 potency prior to the frequently used potency is called as back potency. ഒരു മെഡിസിന്റെ ബാക്ക് പൊട്ടൻസി എന്ന് പറയുമ്പോൾ ഇപ്പൊ 30 C ബാക്ക് പൊട്ടൻസി എന്ന് വെച്ചാൽ അതിന് മുൻപുള്ള 2-3 പൊട്ടൻസി ആയിരിക്കും അതിന്റെ ബാക്ക് പൊട്ടൻസി. സോ 29, 28 and 27 C ആയിരിക്കും അതിന്റെ ബാക്ക് പൊട്ടൻസി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഫോർ ദ മാനുഫാക്ചറർ ടു പ്രിപ്പയർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെഡിസിൻ. ദെൻ മോഡേൺ പൊട്ടൻറ്റൈസേഷൻ ടെക്നിക് എന്ന് പറയുമ്പം
doctors higher potency machine vadi allengi different method elupathil undakunnathana modern potentization technique. So so Dr. Gross, Dr. Schindler, Korsakoff of Russia were the real founders of the theory for the high potency, which later found on the staff. So Korsakoff പറയുന്നത്, he developed a notion that one single medicated globule, when placed among many non-medicated globule, communicates its medicinal power to the non-medicated globule. So ആ തിയറി കൊണ്ടുവന്നതാണ് കൊർസാക്കോവ്. ഒരു മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾ, സിംഗിൾ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾ നോൺ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂളിന്റെ അടുത്ത് വെച്ചാൽ ആ മെഡിസിനൽ പ്രോപ്പർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ഹി ക്ലെയിം ദാറ്റ് ഓൾ ദീസ് ഗ്ലോബ്യൂൾസ് ആർ ബീൻ medically activated and that the medicinal strength are almost equal to that of original globule. അങ്ങനെ പറഞ്ഞതാണ് കൊർസാക്കോവ്. Then Caspar Julius Jensen advocated that degree of strength developed through the potentization was directly proportional to the number of stroke. നമ്മൾ എത്ര സ്ട്രോക്ക് കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും ഡിഗ്രി ഓഫ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നത് പൊട്ടൻറ്റൈസേഷൻ. അങ്ങനെ പറഞ്ഞതാണ് ജെൻഷൻ. ആൻഡ് ഹി സജസ്റ്റഡ് ദാറ്റ് എവറി 10 stroke given would increase the dynamic strength of the medicine by 1 degree. ഓരോ 10 സ്ട്രോക്ക് കൊടുക്കുമ്പോഴും 1 ഡിഗ്രി കൂടുമെന്ന് പറഞ്ഞു. Then Dunham പറഞ്ഞു, by the means of strong oaken receptacles bottled firmly to the chambers, 120 vials were sucked at a time with 125 succussion given at a time. Then Dunham potency were given to the, so Dunham potency by the means of strong oaken receptacle, ഇതുപോലത്തെ receptacle bottled firmly to the stamblers. 120 vials are sucked at a time with 125 succussion given at a time. അങ്ങനെ ചെയ്തതാണ് Dunham. Then Fingy. So Dr. Fingy of the America did not endorse the proposition of stroke. So he devised his own method of dynamization കണ്ടുപിടിച്ചു. And Fingy used to take 100 drops of a drug substance in a glass jet and allow a stream of distilled water to flow through the same. So Fingy ഒരു 100 drops of drug substance ഒരു ഗ്ലാസ് ജഗ്ഗിൽ എടുത്ത് allow a stream of distilled water, അതിലൂടെ stream of distilled water കടത്തിവിട്ടു. For each dram of water entering into and out of the vessel, Fingy would count it as potency. So 100 drops of drug substance ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒരു കുറച്ച് stream of water അതിലൂടെ പാസ് ചെയ്തിട്ട് എത്ര പാസ് ചെയ്തു എത്ര പുറത്തു പോയി അതനുസരിച്ചിട്ട് Fingy would count it as ഓരോ പൊട്ടൻസി ആയിട്ട്. Thus for 100 grams of water entering and coming out of the vessel, ഓരോ പൊട്ടൻസി ഇൻക്രീസ് ചെയ്യുമെന്ന് Fingy പറഞ്ഞു. And Fingy had only paid importance to the water to which it is exerting and the force on the medicinal substance on raising the potency, not on the stroke applied. So എത്ര എമൗണ്ട് ഓഫ് വാട്ടർ അതിനകത്തൂടെ കടന്ന് ഇടിച്ചു പോയി പുറത്തു വന്നു, അല്ലാതെ നമ്മൾ ഓരോ ആ സ്ട്രോക്കിന് കൊടുത്തില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തത് പെയ്ഡ് വാട്ടർ എക്സേർട്ടിംഗ് ഫോഴ്സ് ഉണ്ട് മെഡിസിനൽ സബ്സ്റ്റൻസിനാണ് Fingy ഇമ്പോർട്ടൻസ് കൊടുത്തത്. Then so Fingy പറഞ്ഞു his original potency were made by hand in Korsakoff manner and he was granted a patent for the potentization process of fluxion potency. And the important concept in this method is that the wall of the glass vial have absorbed the medicinal substance and potentization is not achieved by dilution but rather attenuation. പിന്നെ വേറെ high fluxion potency ആണ് Skinner. So Skinner's potency were prepared by the process of discontinuous flexion in contrast to continuous flexion by Swan and Fingy. Skinner developed fluxion centesimal attenuator. This device was designed to mount
above a small sink in an office or a home to motive power was water pressure. And the potencies were labeled as FC in the label. Fluxion centesimal to differentiate from the Hahnemann centesimal. So Skinner's potency. So the Skinner's in the apparatus. So പിന്നെ അടുത്ത പറഞ്ഞത് Swan. Samuel Swan ആണ്. He used fractional part of potency and attenuated from them. Swan suggested that if 1 drop of mother tincture were used to make 1M potency, then 1/10 of a drop of 1M would make the 10M potency. അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാണ് Swan. And this method have more to do with the dilution of final potency rather than the serial dilution potency. So Swan പറഞ്ഞിരിക്കുന്നത് 1 drop of mother tincture 1M potency ഉണ്ടാക്കുമെങ്കിൽ ആ ഒരളവ്, അപ്പൊ അതിൽ നിന്നും 1/10 drop of 1M will make the 10M potency. ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് Swan. Then വേറെ കൺസെപ്റ്റ് ആണ് multiple or single vial potency. So the method of potentization according to German homeopathic pharmacopoeia. It requires new vial for every stage of potentization with the original method of Dr. Hahnemann, and it is known as Hahnemann's multiple vial method. So multiple vial method എന്ന് പറയുമ്പോൾ ഓരോ പൊട്ടൻസി ഉണ്ടാക്കാനും ഓരോ പുതിയ വയൽ നമ്മൾ യൂസ് ചെയ്യും. അത് ഹനുമാനും അതാണ് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അതിനെ ഹനുമാൻസ് മൾട്ടിപ്പിൾ വയൽ മെത്തേഡ് എന്ന് പറയുന്നു. സോ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇമ്പോർട്ടൻറ്റ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാ. സോ ഓക്കെ സാർ. എന്ത് പറയുന്നു? ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ. ആ ഫിങ്കീസ് പൊട്ടൻസിയും ജമ്പിങ് പൊട്ടൻസിയും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് പൊട്ടൻസി നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അതെ, ബർട്ട് പറഞ്ഞത് എല്ലാ മെഡിസിനും അങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നിർബന്ധം പറഞ്ഞതല്ല. ഇപ്പൊ സോലിബിൾ ആകുന്ന കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. 6x നിന്ന് 7x ആക്കി 8x ആക്കാൻ പറ്റുന്ന സോലിബിൾ ആകുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഡോക്ടർ ബർട്ടിന്റെ അഭിപ്രായം. അതാണ് സ്ട്രെയിറ്റ് പൊട്ടൻസി എന്ന് പറഞ്ഞത്. അതായത് 1:9 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്താൽ സോലിബിൾ ആകുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് നാട്രമ്യൂർ ഇപ്പം പൊട്ടൻറ്റൈസ് ചെയ്യുന്നതിന് മുമ്പേ സോലിബിൾ ആകുന്നതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ആ പ്രശ്നമില്ല. അപ്പൊ അത് 6x ആക്കിയിട്ട് അത് ജമ്പിങ് പൊട്ടൻസി ലിക്വിഡ് പൊട്ടൻസി ആക്കാൻ 8x ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 7x വഴി പോകാം എന്നൊരു കമന്റ് ആണ് ബർട്ട് പറഞ്ഞത്. അത് സയന്റിഫിക് വേൾഡ് അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു കാര്യം. ബർട്ട് ലണ്ടൻകാരനായ ഒരു ഡോക്ടറായിരുന്നു. അതുപോലെ സോലിബിൾ ആകുന്ന സാധനങ്ങൾ 6x 7x 8x എന്നുണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ജമ്പിങ് പൊട്ടൻസി തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. 6x നിന്ന് 8x ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ലിക്വിഡ് കൺവേർഷൻ കോമൺലി യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ സ്ട്രെയിറ്റ് പൊട്ടൻസി ആരുടേതാണെന്ന് ചോദിക്കാനുള്ള ഒരു റയർ ചാൻസ് ഉണ്ട് അവിടെ, അല്ലെ? സ്ട്രെയിറ്റ് പൊട്ടൻസി എന്താണെന്നുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ബാക്ക് പൊട്ടൻസി എന്തുവാണെന്ന് മനസ്സിലായി കാണും. നമ്മുടെ നാട്ടിലെ എല്ലാ ഫാർമസികളും ബാക്ക് പൊട്ടൻസി എന്നാണ് പിന്നെ 30-ഉം 200-ഉം 1M ഒക്കെ ഉണ്ടാക്കുന്നത്. ഇവരാരും ടിഞ്ചർ മുതൽ തുടങ്ങുന്ന പരിപാടി ഇല്ല. അങ്ങനെയാണ് അവർ കാറ്റലോഗിലൊക്കെ പറയും വി ആർ പ്രിപ്പയറിംഗ് മെഡിസിൻസ് ഫ്രം മദർ ടിഞ്ചേഴ്സ് ടു ഹൈ പൊട്ടൻസി എന്ന് പറയുമെങ്കിലും ഇവരെല്ലാം ഉപയോഗിക്കുന്ന ബാക്ക് പൊട്ടൻസി ആണ്. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ആയിരത്തി 1970-കളിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാക്ക് പൊട്ടൻസി എന്നാണ് ചില മെഡിസിൻസ് ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് വേരിയോളിനം നമുക്കറിയാം,
സ്മാൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ 80-കൾക്ക് മുമ്പേ ഇറാഡിക്കേറ്റ് ചെയ്തു. കുറച്ച് വൈറസിനെ അമേരിക്ക സൂക്ഷിച്ചു വെച്ചിരുന്നു, അതുപോലും ഇപ്പൊ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് പോലും ഇപ്പോഴും വേരിയബിൾ അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ ബാക്ക് പൊട്ടൻസികളിൽ നിന്നാണെന്നാണ് അവകാശപ്പെടുന്നത്. ബാക്ക് പൊട്ടൻസി എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 28 അല്ല 30ക്ക് പകരം 27, 28, 29 ഇതിൽ ഏതെങ്കിലും ഒരു പൊട്ടൻസി എടുത്തു വെച്ചിരുന്നാൽ അതിനെ 1:9 അല്ലെങ്കിൽ 1:99 അടുത്ത പൊട്ടൻസി ആക്കാൻ പറ്റുന്നതാണ്. അതിനെയാണ് ബാക്ക് പൊട്ടൻസി എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. രമ്യ ഡോക്ടറെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി എന്നാ എടുക്കുന്നേ? ഒരു 10 days കഴിഞ്ഞിട്ട്. നാളെ തന്നെ ഇല്ലല്ലോ എന്തായാലും, അല്ലേ? നാളെ ഉണ്ടോ അതോ? സാർ ഒരു 1 week കഴിഞ്ഞിട്ട് എടുക്കാം സാർ. നാളെ. ഓക്കെ. ഫാർമസി ആയതുകൊണ്ട് ആർക്കും ഡൗട്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ബാക്കി വിഷയങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് പോവുക. ഇനി വൈകിട്ട് 6:30-ക്കാണ് നമ്മുടെ ക്ലാസ്. ഓർഗൻ ഓഫ് മെഡിസിൻ, ഡോക്ടർ കെ രാജേശ്വരി. ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ? വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസം ഫാർമസി ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫാർമസി വളരെ സിമ്പിളാണ്, കുഴപ്പമില്ല എന്ന് കരുതി പോയാലും ഫാർമസിയിൽ നിന്ന് ചിലപ്പോൾ 10 or 15 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരെ വരാം. എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടാകാം. ഞാൻ ഇന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂളും ആക്റ്റും ഒക്കെ വരുന്ന ആ ഭാഗങ്ങൾ, അതിൻ്റെ ഇയറും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തുള്ള ചില ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്, നമ്മൾ പൊതുവെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 6:30-ക്ക് ഓർഗൻ ഓൺ ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ.